മലയാളീസ്, എല്ലാവർക്കും സുഖമല്ലേ മലയാളീസ്? അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഫിറ്റിംഗ് ഡേ ആണ്. സെക്കൻഡ് ഡേ എന്ന് പറയുന്നതാണ് ഫാഷൻ ഷോ നടക്കുന്ന ദിവസം. എല്ലാ ഷോയ്ക്കും ഒരു കോളിംഗ് ടൈം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കോളിംഗ് ടൈം 10:30 ആയിരുന്നു. ട്രാവൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാം. കൊച്ചിയിലുള്ളവർക്ക് ആലുവയിൽ നിന്നായിരുന്നു പിക്കപ്പ് ഉണ്ടായിരുന്നത്. അത് ഡിസ്ട്രിക്ട്സിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അക്കോമഡേഷൻ ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ തന്നെ കോംപ്ലിമെൻ്ററി ഫുഡും ഉണ്ടായിരിക്കും. ചില സമയത്ത് നമ്മൾ ഷോ നടക്കുന്നതിൻ്റെ നിയറസ്റ്റ് ഹോട്ടലാണല്ലോ ചൂസ് ചെയ്യുന്നത്. അവിടെ കോംപ്ലിമെൻ്ററി ഫുഡ് അവിടെ ഇല്ലാത്തൊരു ഹോട്ടൽ ചൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡ് ഒന്നീ ഹോട്ടലിലെത്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഹായ് മലയാളീസ്, വാട്സാപ്പ്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഷോ നടക്കുന്ന ദിവസം. അപ്പോൾ ആക്ച്വലി യൂബർ ഇവിടെ അടുത്തെത്താറേ. ഞാൻ അല്ലെങ്കിൽ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യും. അവർ വരുമ്പോൾ പോകാമെന്ന് വിചാരിക്കും. ഇന്നിപ്പം റിസപ്ഷനിൽ അവരെത്തുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ തന്നെ അങ്ങോട്ട് നടന്ന് ഫ്രണ്ട് മെയിൻ ഗേറ്റിൽ നിൽക്കാമെന്ന് വെച്ചു. കാരണം ഞാനാണ് ലേറ്റ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഒരു കമ്പാരിസൺ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോഴും ഇപ്പോഴുമുള്ള എൻ്റെ മാറ്റം മറ്റുള്ളവർ എന്നോട് ചോദിക്കുന്ന ഒരു സ്ഥിരമായ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗോകുല, വി കാൻ സീ എനി മേജർ ഇംപ്രൂവ്മെൻറ്റ് ഈവൻ ഫൈനാൻഷ്യലി ഓൾസോ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ചിലർ നമ്മളോട് ഓപ്പണായിട്ട് ഇത് ചോദിക്കും, ചിലവർ ചോദിക്കില്ല, ഉള്ളിലങ്ങ് ഒതുക്കും. ഞാൻ അവരെ ആരെയും ജഡ്ജ് ചെയ്യാൻ പോയില്ല. കാരണം എനിക്കിതിനൊന്നും ഒരു ആൻസർ കൊടുക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. മറ്റുള്ളവരുടെ കണ്ണിൽ ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രിയിൽ നിന്നൊരാളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഇതല്ല എന്നാണ് അവരെന്നോട് വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് പിന്നെ എൻ്റെ ഫാമിലിക്കും എനിക്കും പറ്റുന്ന ലിമിറ്റേഷൻ ഇതായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് വിഷമം വന്നെങ്കിലും ഞാൻ പിന്നെ അത് നെഗറ്റീവായിട്ട് എടുക്കാൻ നിന്നില്ല. അവരൊരു കരുതൽ കൊണ്ട് പറഞ്ഞതാണെന്നിരിക്കട്ടെ എന്ന് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ കാമാക്കി ഞാൻ മുന്നോട്ടങ്ങ് പോയി. മെയിൻ എൻട്രൻസിൽ നിന്ന് ഈ എക്സ്പോ എല്ലാം കടന്നിട്ട് വേണം സ്റ്റേജിലെത്താൻ. കുറച്ചൊന്ന് നടന്നു, അങ്ങനെ എത്തി ഫൈനലി. ഇപ്പൊ നമ്മളെല്ലാരും പരിചയപ്പെട്ട എനിക്കൊന്ന് ഷിബുചാന്റെ ഷോയിൽ വെച്ചിട്ടാണ് തോന്നുന്നത്. അല്ലെ, ഞാനും നീ അല്ല, അതിനു മുന്നേ അറിയാം, നമുക്ക് മുന്നേ അറിയാം. ഞാനും നീ പരിചയപ്പെടുന്ന ഷിബുചാന്റെ ഷോയിൽ വെച്ചിട്ടാണ്. അതും ഹൈലൈറ്റ് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. അവിടെ ആയിരിക്കും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതും സ്പെൻഡ് ചെയ്തിട്ടുള്ളതും. ഇന്ന് ആക്ച്വലി ഷോ വന്നിട്ട് കൊച്ചിയിലാണ്. കേരള ബിഗ്ഗസ്റ്റ് ഫാഷൻ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. അങ്കമാലി അറ്റ്ലസ് സെന്ററിൽ വെച്ചിട്ടാണ്. അപ്പൊ പറയൂ, ഫാഷൻ ഷോയിൽ വന്നിട്ട് ഹൗ യു ഫീൽ? എന്താണ് നിനക്ക് ഒരു ചേഞ്ച് നിന്റെ ലൈഫിൽ തോന്നിയിട്ടുള്ളടാ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളെ ആറ്റിറ്റ്യൂഡിലും നമ്മളെ ലൈഫ് സ്റ്റൈലിലും ഓൾമോസ്റ്റ് നമ്മളെ ജീവിതത്തിൽ ഒരു ഫാഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യും. പുതിയ പുതിയ ട്രെൻഡും അതിന്റെ അതെ 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 കുറെ ഒരു കോൺഫിഡൻസും ഒരു ക്യാമറ ഫിയർ, സ്റ്റേജ് ഫിയർ, അതൊക്കെ അതൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഒരു പുതിയ പുതിയ ഫാഷൻ ട്രെൻഡ്സുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. എല്ലാരും അറിയുന്നില്ലല്ലേ ഈ ഒരു നമ്മളിവിടെ എന്താണ് നടക്കുന്ന ട്രയൽ എല്ലാം. ഈ പറയുന്ന പോലെ ഒരു സെക്കൻഡ് കാറ്റഗറി കമ്പനീസ് വന്നു. റിയലി ഹാപ്പി, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണം, അതാണ് നമ്മുടെ ആവശ്യവും അല്ലേ. പക്ഷെ അവർ കൺവേ ചെയ്യുന്ന രീതി ഒരു ഫാഷൻ ഷോ പ്രോപ്പറായിട്ടല്ല കൺവേ ചെയ്യുന്നത് അല്ലേ. അതെ 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 അതല്ലേ, ഇനിയുള്ള തലമുറകൾക്ക് ഇതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വിഷ്വൽ മർച്ചന്റ് ആ ഒരു കാറ്റഗറിക്ക് വരികയാണ്. അപ്പോൾ പുതിയ കമ്പനികൾക്ക് നിർബന്ധമായിട്ടും ഒരു ഇതുപോലുള്ള മോഡൽസിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധിത അവസ്ഥയിലേക്ക് വരുമ്പോൾ അവസരങ്ങൾ വരികയാണ്. അപ്പം ഇനി വരുന്ന പുതിയ തലമുറകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ മോഡലിംഗ് ഇൻഡസ്ട്രിയൊക്കെ. അപ്പോൾ ഹെൽത്തൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കേരള മോഡൽസിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിൽ ഒരുപാട് പുറത്ത് നോർത്ത് ഇന്ത്യൻ മോഡൽസ് ആണ് കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മളും അതിനനുസരിച്ച് ഫിറ്റ്നസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ കേരള മോഡൽസിനും സാധ്യത നല്ലതുണ്ട്. പക്ഷെ നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, അവനോട് ചോദിക്കല്ലേ, പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, എക്സ്പെൻസ് കുറച്ചുണ്ട്. നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ആണ്. എല്ലാവർക്കും അതിനെപ്പറ്റി എന്താ പറയാ? ഹൗ ലോങ്
First of all, very happy to be here in Kerala's biggest B2C fashion showcase by Shibu Shiva. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? How expensive? Okay. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യുന്ന ഷോസ് ആണ് എല്ലാം. നമ്മൾ അതിലൂടെ ഒരു ബ്രാൻഡിനെ നമ്മളിലൂടെ ഷോക്കേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ എത്ര നമ്മളുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഫാഷൻ സെൻസും അതേപോലെ നമ്മുടെ ബോഡി അതേപോലെ നമ്മുടെ സ്കിൻ എല്ലാം അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഫാഷൻ ഷോസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നല്ല ഷോസ് വരുന്നതിലും അതിൽ ഭാഗമാവുന്നതിലും സന്തോഷം. പിന്നെ ഇനിയും ഇങ്ങനത്തെ ഒരുപാട് ഷോസ് വരട്ടെ. ഒരുപാട് ആസ്പയറിംഗ് മോഡൽസ് ഉണ്ട്, അവരൊക്കെ നല്ല കഴിവ് തെളിയിക്കട്ടെ. നമ്മൾ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇത് എടുക്കുക, ഒരു ടൈം പാസോ അങ്ങനെയൊന്നും അല്ലാതെ അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. താങ്ക് യു. അതെ 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 കേരളത്തിൽ അതെ 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 ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആക്ച്വലി. അതായത് നമ്മള് അതെ ഫിറ്റ്നസും ഫുഡും പിന്നെ അതേപോലെ അതെ അതെ സ്കിൻ എവരിത്തിങ് സത്യം. അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാണ്. അതെ അതെ നമ്മളിപ്പോ ഒരു 2 ദിവസത്തെ പ്രോഗ്രാം ആണ്, ഇപ്പം ഷോ ആണെങ്കിൽ നമ്മൾ വരുന്ന അപ്പിയറൻസ് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഹെയർ ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, ഭയങ്കര എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ കമ്പയർ ടു ബോയ്സും ഗേൾസും കുറവാണെങ്കിൽ പോലും ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം, ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഗേൾസിനുള്ള അത്ര ഓപ്പർച്യൂണിറ്റീസ് ബോയ്സിന് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതെ 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 ഞങ്ങൾക്ക് ഇപ്പൊ 6 റൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ്. അതെ അതെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമ്മുടെ ആ ചെറിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നതിന് ബെസ്റ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതെ 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 ചെയ്തിട്ടുള്ളത്. വരട്ടെ, നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നെഗറ്റീവ് ഷെയ്ഡ് നമ്മൾ പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി കുറയുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 9 വർഷമായി, ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എപ്പോ പറയാന് അല്ലേ? അപ്പൊ അത് പറയേണ്ട രീതി പറയാ അല്ലേ? ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല. ഇമ്പ്രൂവ്മെന്റ്സ് വന്നാൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻസ് ആണ്. ഇപ്പോ ഫാഷൻ ഷോസ് എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അല്ലേ? അല്ലാതെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ആരും അങ്ങനെ ഒരു വ്ലോഗായിട്ട് ഇടുന്നത് ഭയങ്കര കുറവല്ലേ? ഇനി അടുത്ത് നീ എന്താ സ്റ്റാർട്ട് ചെയ്യുന്ന വ്ലോഗ്? ചെയ്യണം. കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ, ഞാൻ ഹൈറ്റ് പ്രോപ്പർ ആണല്ലോ. എങ്ങനെ പറഞ്ഞോ, എന്താ ചോദിച്ചു? എന്നെ പറ്റി പറയൂ. ഗോകുലാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു 3 ഇയർ ആയിട്ടുണ്ടാവല്ലേ? 3 ഇയർ ആയിട്ടുണ്ടോ കാണുന്ന ഒരുപാട് ഷോകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നല്ലൊരു മോഡലാണ്. 5 ഇയേഴ്സായിട്ട് സെൽഫ് മേക്കപ്പ് തന്നെയാണ്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര മിസ്റ്റേക്കാണ്. ഫൗണ്ടേഷൻ കൂടി പോവുക, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വെറ്റ് ആവും, പെട്ടെന്ന് സ്വെറ്റ് ആവുന്നവരാണ് സ്വാഭാവികമായിട്ട്. പറയാമെല്ലാം പറയാം വ്ലോഗ് ഈസ് വണ്ടറിങ് ഇപ്പോൾ ആരുടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 1 hour അറൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു 1.5 hours വേണം. നമ്മൾ പഠിക്കുകയല്ലേ, ലേണിംഗ് പ്രോസസ് അല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ടൈം എക്സാക്ട് എടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് അറിയില്ല, ഞാൻ പോലും അറിയാതെ ഫാസ്റ്റ് ആയി തുടങ്ങി. ഇവിടെ മേക്കപ്പ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടല്ല കേട്ടോ, ഇവിടെ മേക്കപ്പ് സെൽഫായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇവിടെ തന്നെ നമുക്ക് ഹയർ ചെയ്തവർ വന്ന് നമുക്ക് ഹയർ ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചോയ്സ് ആണ് വാട്ട് വി വാണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പോകാം, അവര് നന്നായിട്ട് തന്നെ ചെയ്തു തരും. ഇല്ല നമുക്ക് തന്നെ ചെയ്യണം എന്നാണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് എ ബെസ്റ്റ് ടൈം ടു ലേൺ. നമുക്ക് ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ പഠിക്കാൻ പറ്റിയൊരു അവസരമാണ്. കാരണം നമുക്ക് ഷോസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ സ്കിൻ ടോണിനെ പറ്റി, പക്ഷെ മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന മേക്കപ്പ് ബേസിക് സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ കൂടുതലുണ്ട്, അവൈലബിലിറ്റി കൂടുതലാണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പല സാധനങ്ങളും പണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നാസല്ല ഉപയോഗിച്ചിരുന്ന മാക്കിന്റെ പ്രോഡക്ട്സ്, ഇപ്പോഴാണ് പറയുന്ന പല പ്രോഡക്ട്സും
മേടിച്ചതും യൂസ് ചെയ്യാൻ കഴിയുന്നത്. ബിഫോർ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഫുൾ മാക് പ്രോഡക്റ്റ്സ് ആയിരുന്നു എൻ്റെ കയ്യിൽ. അവൈലബിലിറ്റി എൻ്റെ കുറവാണെങ്കിൽ എനിക്കിപ്പോഴും ഐ സ്റ്റിൽ റിമെമ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിക്കും. അവരെ നിന്ന് മേടിച്ചിട്ടാണ് ഈ ഐ ഷാഡോ അങ്ങനെയുള്ള കുറച്ച് കാര്യം, ലിപ്സ്റ്റിക്കിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒക്കെ അവരെ നിന്ന് മേടിക്കുന്നത്. ഇപ്പം എല്ലാ പ്രോഡക്ട്സും ഇപ്പം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വാങ്ങാറില്ല അധികം. കൊറിയോഗ്രാഫേഴ്സ് ഫിറ്റിങ്സിൻ്റെ ഇടയിലും ഷോ നടക്കുന്ന ഇടയിലും ഒരു കോളിംഗ് ടൈം പറയും. ആ ടൈമിൽ പ്രോപ്പറായിട്ട് എത്തണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ലേറ്റ് ആയാൽ ആ ഫുൾ കുറിയെ അത് ബാധിക്കും. എല്ലാ മോഡൽസും വന്നതിന് ശേഷം തന്നെ ഷിബുചേട്ടൻ സ്റ്റേജിൽ ലൈറ്റ് എല്ലാം പ്രോപ്പറാണെന്ന് നോക്കിയതിന് ശേഷം നമ്മളെയും സ്റ്റേജിൽ നിർത്തി ലൈറ്റ് പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസിൽ ഡ്രസ്സിലും പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വിട്ടു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ കയറും. ശിവു സാർ, ശിവു ബ്രദർ, കൺസിസ്റ്റൻസി, സ്ഥിരത, സ്ഥിരമായിട്ട് ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന് വലിയൊരു ഉദാഹരണം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് 8.5 വർഷമായിട്ട് കണ്ടിന്യൂ ആയി ശിവു സാറിൻ്റെ, ശിവു ബ്രദറിൻ്റെ ഷോസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്നറിയാമോ? ചില സമയത്ത് എനിക്ക് തോന്നും ഇത്രയും വർഷമായില്ലേ, ഒന്ന് നിർത്താം, ഇനി വേണോ എന്നൊക്കെ തോന്നുന്ന സമയങ്ങളിൽ എനിക്ക് കൃത്യമായി പല മാസങ്ങളിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഷിബു സാറിൻ്റെ ആണ്, ഷിബു ബ്രദറിൻ്റെ. ഗോകുല ഫാഷൻ ഷോ ഉണ്ട്, ഇന്ന സ്ഥലത്താണ്, ഡേറ്റ് ബ്ലോക്ക് ചെയ്തോണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് അദ്ദേഹം. സ്റ്റേജിൽ വന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും ലൈറ്റിംഗ് ചെക്ക് ചെയ്യുന്നു, എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിന് പുറത്ത് നടക്കുന്ന ഫാഷൻ ഷോ എല്ലാം വർഷങ്ങളായി പോയി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷിബുചേട്ടൻ. ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഷോസിൻ്റെ ഇടയിൽ ഫ്രീ ടൈം ഉണ്ടാവില്ലേ, അപ്പം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആ കണ്ണിൽ കാണാൻ പറ്റും ആ തിളക്കം, ആ ഒരു പാഷൻ ഇല്ലാതെ ആർക്കും ഇത്രയും വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ചേട്ടൻ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 15 മിനിറ്റ്സ് ഉണ്ട്. അപ്പോഴത്തേക്കും എ ബി എന്ന 2 പൂളുകൾ തിരിച്ചിട്ടില്ലേ, ഫസ്റ്റ് എ ടീം പോയിട്ട് വന്ന് ബി കയറി തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം ഇട്ട് റെഡി ആവണം. പിന്നെ ഒരു 5 മിനിറ്റ്സ് ചിലപ്പോൾ തരും. എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇടയിൽ വരുന്നുണ്ടെങ്കിൽ, പാട്ടായിക്കോട്ടെ ഡാൻസ് ആണെങ്കിൽ കുറച്ച് ടൈം കിട്ടും. 2 ടൈപ്പാണ് ഷോ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇടയിൽ ഇവൻസുകൾ ആഡ് ചെയ്യും, രണ്ടാമത്തേതെന്ന് പറയുന്നത് ബാക്ക് ടു ബാക്ക് നമ്മൾ കോസ്റ്റ്യൂം ഇട്ട് സ്റ്റേജിൽ റാം വോക്ക് ചെയ്യണം. അതിനിടയിൽ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല. ഫൈനലി ഇതാണ് ലാസ്റ്റ് റൗണ്ട്. ഇത് ചില സമയത്ത് ഇങ്ങനെയാണ്, നമുക്ക് ഒരുപാട് റൗണ്ടുകൾ വരുന്നെങ്കിൽ വ്ളോഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഞാൻ ഒരാൾ അസിസ്റ്റൻ്റ് നിർത്തേണ്ടി വരും, അസിസ്റ്റൻ്റ് എടുക്കേണ്ടി വരും, വീഡിയോ ഞാനിങ്ങനെ ഓടണം. അല്ല, രണ്ടും കൂടെ എന്നെ കൊണ്ട് ചെയ്യുന്നത് ഭയങ്കര 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 പാടുള്ളൊരു കാര്യമായിട്ട് മാറും ആ സിറ്റുവേഷൻസിൽ. എപ്പോഴും ഷോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് നല്ല വെട്ടുണ്ടാവും, നമ്മൾ നിൽക്കുന്ന സൈഡിലോട്ട് ഒരു ഓഫ് വെട്ട ഓട്, ഒരു ഒറ്റ ലൈറ്റാണ്. ദർ ഈസ് ഓൺലി വൺ ലൈറ്റ്. അങ്ങനെ ബാക്ക് സൈഡ് നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം ഓൾറെഡി കാണുകയാണെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ഒരു കൗതുകം. സോ അതിൻ്റെ ഭാഗമായി എപ്പോഴും ലൈറ്റിങ് ഭയങ്കര കുറവായിരിക്കും. വ്ളോഗ് എടുക്കുമ്പോൾ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ പറയില്ലേ ലൈറ്റിങ്ങിലൊന്നും അല്ല കാര്യം, ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ഫാഷൻ ഷോ, അതിൻ്റെ ബാക്ക് സ്റ്റേജ് അടക്കം എല്ലാം കൃത്യമായിട്ട് കാണിക്കുമ്പോഴാണ് ഒരു ഷോ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ഒരൊറ്റ ഫസ്റ്റ് ഷോയിൽ ഞാൻ ഇടുന്ന വീഡിയോയിൽ തന്നെ, ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ എനിക്ക് എല്ലാം കാണിക്കാൻ കഴിയണമെന്നില്ല. ഓരോരോ വീഡിയോയിലായിട്ട് ഓരോരോ കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. ഞാൻ കാണിക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ മലയാളീസ്.